ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് വായനാദിന ക്വിസ് മത്സരങ്ങളിൽ പൊതുവായി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ മുഴുവൻ പേർ എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കർ ജനിച്ചത് എന്ന്? ഉത്തരം 1909 മാർച്ച് 1. പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം പി എൻ പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായ വർഷമേത്? ഉത്തരം 1945 സെപ്റ്റംബർ 14. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ്? ഉത്തരം സനാതന ധർമ്മം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ആഴ്ചകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വായനാ വാരം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പി എൻ പണിക്കർ. കേരള ഗ്രന്ഥശാലാ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപൂവ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എ ആർ രാജരാജവർമ്മ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി മാഷ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം എം കെ മേനോൻ എഴുതിയ അവകാശികൾ. മലയാളത്തിലെ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടുന്ന കുന്തലതയുടെ കർത്താവാര്? ഉത്തരം അപ്പു നെടുങ്ങാടി. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. ആരുടെ ചരമദിനമാണ് ഏപ്രിൽ 23 പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ. ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമായ മാസിക ഏത്?
ഗ്രന്ഥാലോകം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കയർ, ചെമ്മീൻ എന്നീ നോവലുകൾ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, ഇത് ആരുടെ വരികളാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവാര്? പാല നാരായണൻ നായർ. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത്? ഉത്തരം 2004 ജൂൺ 19. ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഒ വി വിജയൻ. കേരളവ്യാസൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ONV കുറുപ്പിന്റെ മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഉത്തരം നളചരിതം ആട്ടക്കഥ. മഹാകാവ്യങ്ങൾ ഒന്നും എഴുതാതെ മഹാകവി എന്ന പദവി മലയാള സാഹിത്യത്തിൽ നേടിയെടുത്ത ഒരേയൊരു കവിയാര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിന്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത്? വയലാർ രാമവർമ്മ. 18 കവികളിലെ അരക്കവി ആര്? പൂനം നമ്പൂതിരി. അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ്? മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.